കർത്താവിൻ്റെ ധന്യനാമം പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, അൽഫയും ഒമേഗയുമായവൻ, സകലത്തിൻ്റെ എല്ലാക്കും കാരണഭൂതനുമായവൻ, ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തുന്നു, അനാദിയായും ശേഷമായും. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടാവും. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഭ്രമം തട്ടുമ്പോൾ, ഭയം വരുമ്പോൾ, ധൈര്യം ചേരുമ്പോൾ ദൈവശബ്ദം, ഞാൻ നിന്നോട് കൂടെയുണ്ടാവും. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയ സഹോദരങ്ങളെ, മറ്റാർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. സർവശക്തനാണ് അങ്ങനെ പറയുന്നത്. ലോകത്തിലെ ഒരു നേതാവിനും പറയാൻ പറ്റില്ല, ഭ്രമിച്ചു നോക്കണ്ട. അവർക്ക് ഭ്രമം തട്ടുന്ന സമയങ്ങളുണ്ട്. യുദ്ധങ്ങൾ വരുമ്പോൾ, രാജ്യങ്ങളെതിരാകുമ്പോൾ, ആയുധങ്ങൾ അവർക്ക് നേരെ വരുമ്പോൾ അവർക്ക് ഭ്രമം തട്ടും. പക്ഷേ സർവശക്തൻ, രാജാതി രാജാവ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവിടുന്ന് വിളിച്ചു പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. കണ്ടോ, വ്യക്തിപരമായിട്ട് ഇടപെടുക, നിന്റെ ദൈവം. ആ സാന്നിധ്യം അറിഞ്ഞ ദാവീദ് പറയുന്നു, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. ഈ ദൈവം, കൊരവത്രന്മാർ ദൈവം തോന്നേക്കും നമ്മുടെ ദൈവം ജീവപര്യന്തം വഴി നടത്തും. ആ ദൈവം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മാത്രമല്ല, എൻ്റെ ദൈവം എന്ന് വിളിച്ചു പറയണം. മരുഭൂമി വരുമ്പോൾ 63 സങ്കീർത്തന, യഹൂദ മരുഭൂമിയിലിരുന്ന് ദാവീദ് ചമച്ച സങ്കീർത്തന. മരുഭൂമി വന്നാലും, പ്രതിസന്ധി വന്നാലും, ഓടിപ്പോകേണ്ട അവസരം വന്നാലും വിളിച്ചു പറയണം, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവമാണ്. അല്ലെ, 4 സങ്കീർത്തനം. ഫെലിസ്ത്യ ശക്തി എന്ന് ഓടിപ്പോകുമ്പോൾ ഞാൻ എഴുതിയ പാട്ടാണ്. അവിടെയും വിളിച്ചു പറഞ്ഞ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. കാരണം ദൈവമേ, ഇതിൻ്റെ നടുവിലും അങ്ങ് എൻ്റെ ദൈവമാണ്. ശക്തമായ പ്രതികൂലങ്ങളുടെ കാറ്റുകൾ, ഈശാനമുൽ കാറ്റും, കഷ്ടതയുടെ, വേദനയുടെ, സങ്കടങ്ങളുടെ ഒക്കെ അനുഭവങ്ങൾ ഭക്തൻ്റെ ജീവിതത്തിൽ വന്ന പൗലോസ്ലീഹ പറയുകയാണ്, വളരെ ശ്രദ്ധിക്കണം, ദൈവമേ, ഇതിലൊക്കെയും ക്രിസ്തു മുഖാന്തരം ഞാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. കാരണം ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ കഴിയും, ആ ദൈവം എൻ്റെ ദൈവമാണ്, ആ ദൈവം എൻ്റെ ദൈവമാണ്. കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം എൻ്റെ ദൈവമാണ്. ഉണ്മയുള്ള ദൈവം എൻ്റെ ദൈവമാണ്. ഉയർന്നിരിക്കുന്ന ദൈവം എൻ്റെ ദൈവമാണ്. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ എൻ്റെ ദൈവമാണ്. വേഗം വരുമെന്ന് അരുളി ചെയ്തവൻ എൻ്റെ ദൈവമാണ്, എൻ്റെ തലമുറകളുടെ ദൈവമാണ്. അതുകൊണ്ടാണ് മോശ പാടിയത്, കർത്താവേ, തലമുറ തലമുറയായി അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും
ഞങ്ങളുടെ ബലവുമാണ്. ഹല്ലേലൂയ. തലമുറയായി അവിടെ നമ്മുടെ ദൈവമാണ്. ആര് മാറിയാലും എൻ്റെ ദൈവം മാറില്ല. ആര് മറന്നാലും എൻ്റെ ദൈവം മറക്കില്ല. ഉന്നതനായ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. എസ്കേൽ പ്രവചനം 30-21 വാക്യം. മനുഷ്യപുത്രാ, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിക്കുവാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. ഇവിടെ അള്ളപ്പാട് പ്രവാചകനുണ്ടാകുക, ശക്തമായൊരു വെളിപ്പാട്. മിസ്രയീം രാജാവായ ഫറവോൻ പലതവണ പറഞ്ഞു, ഞാൻ വാളൂരും, നിഗ്രഹിക്കും, പിടിക്കും, എൻ്റെ ആശ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞൊരു സമയമുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം തൻ്റെ ജനത്തിന് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ, ചെങ്കടൽ വഴി തുറന്നപ്പോൾ, ചെങ്കടൽ ആഴിയിൽ പാതയൊരുക്കിയപ്പോൾ, ഫറവോന്റെ സകല സംവിധാനങ്ങളും അവിടെ തകർന്നു. പിടിക്കുവാൻ വന്ന, പിന്തുടരുവാൻ വന്ന, കൊള്ള പങ്കിടുവാൻ വന്ന സകല ശക്തികൾക്കും വാളൂരുവാൻ കഴിയാതെ വണ്ണം ദൈവമായ ശക്തികളെ തകർത്ത് കളഞ്ഞു. നമുക്കറിയാം സംഭവ ചരിത്രം. പിന്നീട് അനേക തവണ ഫറവോന്റെ ശക്തികൾ മാറി മാറി തൻ്റെ ജനത്തിനെതിരെ നിന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയും അത് നടക്കില്ല. അവൻ്റെ ആഗ്രഹവും അവൻ വാളെടുക്കുവാൻ സമ്മതിക്കാതെ വണ്ണം ഞാൻ അവൻ്റെ ഭുജത്തെ ഒടിച്ചു. ദൈവം ഒടിച്ചാൽ നേരെയാക്കാൻ പറ്റില്ല ഒരു ശക്തിക്കും. ദൈവം വളച്ചതിനെ നേരെയാക്കാൻ ആർക്കും പറ്റില്ല. ദൈവം ബന്ധിച്ചതിനെ അഴിക്കാൻ ആർക്കും പറ്റില്ല. ദൈവം ഇടിച്ചു കളഞ്ഞാൽ പണിയാനും ആർക്കും പറ്റില്ല. പക്ഷേ ദൈവം പണിഞ്ഞാൽ അതിനെ ഇടിക്കാനും ആർക്കും സാധ്യമല്ല. ഫിലിപ്പോസ് കൈസറിൻ്റെ ചരിത്രം നമുക്കെല്ലാം അറിയാം. ഫിലിപ്പ് രാജാവ് പണിഞ്ഞ മഹാൻ നഗരമായിരുന്നു കൈസറിയ. ആ പട്ടണത്തെ ഹെരോദ്യ ശക്തികൾ ഇടിച്ചു കളഞ്ഞു. യേശു അവിടെ നിന്നിട്ട് പറയുക, ഞാൻ എൻ്റെ സഭയെ പണിഞ്ഞാൽ പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ഇടിക്കാൻ പറ്റില്ല. ഫിലിപ്പ് രാജാവ് പണിഞ്ഞതിനെ ഹെരോദ്യാവ് ഇടിച്ചു. പക്ഷെ ഞാൻ പണിഞ്ഞാൽ ആർക്കും അതിനെ ഇടിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. ഇവിടെ നോക്കൂ, ദൈവം ഇടിച്ചാൽ പണിയാനും ആർക്കും പറ്റില്ല. ദൈവം ഒടിച്ചാൽ അതിനെ നേരെയാക്കാൻ ആർക്കും പറ്റില്ല. ദൈവം ഒടിച്ചു. എന്തിനാണെന്നറിയാമോ? തൻ്റെ ജനത്തിനെതിരെ ഇനി കൈപൊക്കാതിരിക്കേണ്ടതിന്. ജനത്തെ തകർത്ത് കളയാതെ, ജനത്തെ വെല്ലുവിളിച്ച നാളുകൾ അണിയറയിൽ പദ്ധതിയൊരുക്കുന്ന ഫറവോന്യ ശക്തികളെ, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങി നിങ്ങളുടെ ശക്തികളെ ഓടിക്കും. ഭുജത്തെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സകല ശക്തികളെയും ഓടിക്കും. പിന്നീട് എത്ര നോക്കിയാലും അത് പൊങ്ങി വരാതെ വണ്ണം, ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും തൻ്റെ ജനത്തിനെതിരെ നേരെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം അത് താളടിയായി പോകും. ഇന്നും പകൽ ദൈവാത്മാവ് ചില കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ വിരൽ ചൂണ്ടി ആക്രോശിച്ച് നിൽക്കുന്ന ചില ശക്തമായ വെല്ലുവിളികളെ കണ്ടിട്ട് ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുന്നു, ആ ശക്തികൾക്ക് നിങ്ങളെ ജയിക്കാൻ പറ്റില്ല. ദൈവം അതിൻ്റെ അധികാരങ്ങളെ ഒടിച്ചിരിക്കുന്നു. ദൈവം അതിൻ്റെ ആരവങ്ങളെ ഒടിച്ചിരിക്കുന്നു. ചില രോഗബന്ധനങ്ങൾ, രോഗമല്ല, ചില രോഗബാന്ധവങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ നോക്കിയാൽ സ്കാനിങ് മെഷീനിൽ തെളിയാൻ പറ്റില്ല. എന്നാൽ ചില ബാധകൾ പോലെ ചില ബന്ധനങ്ങൾ, അതിൻ്റെ ആയുധങ്ങളെ, അതിൻ്റെ വില്ലുകളെ, അതിൻ്റെ കുന്തങ്ങളെ ദൈവം ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. അതിനെ പൊങ്ങി വരാതെ വണ്ണം, അത് വീണ്ടും ആവർത്തിക്കാതെ വണ്ണം ആ ശക്തി എന്നേക്കുമായി ദൈവം അതിനെ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ ആത്മീക ശക്തിക്കെതിരെ വ്യാപരിക്കുന്ന, ധൈര്യത്തെ ചോർത്തുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന ചില ദുഷ്ടശക്തികളെ ദൈവം ഇന്നു പകൽ ഒടിക്കുകയാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ മന്ത്രത്തെയും തന്ത്രത്തെയും ആവിചാരത്തെയും കണ്ടാരും ഭാരപ്പെടണ്ട. നമ്മോട് കൂടെയുള്ളവൻ വലിയവൻ, നമ്മോട് കൂടെയുള്ളവൻ സർവശക്തൻ, നമ്മോട് കൂടെയുള്ളവൻ സകലത്തെയും കാൽ കീഴാക്കിയവൻ, നമ്മോട് കൂടെയുള്ളവൻ സകലത്തെയും
ചവിട്ടി മെതിച്ചവൻ ആ ശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ ഏറ്റെടുക്കുമെങ്കിൽ തൻ്റെ ജനമാത്മാവിൽ സ്തോത്രം ചെയ്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഫറവോൻ്റെ പൂജത്വം ഞാൻ ഓടിച്ചു കളയുമെന്നല്ല, ദൈവം ഓടിച്ചെങ്കിൽ, ദൈവം ദുഷ്ടശക്തികളെ കാൽവറിയിൽ ചവിട്ടി മെതിച്ചെങ്കിൽ, അവനെ ആയുധവർഗം വെപ്പിച്ചെങ്കിൽ, പിന്നെ പ്രിയരെ നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഇനിയും വാൾ പിടിക്കുവാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ഒരു ചികിത്സയും നടക്കില്ല. ഏതൊക്കെ സംവിധാനങ്ങൾ ആവർത്തിച്ചവർ ഉപയോഗിച്ചാലും ഇനിയും തൻ്റെ ജനത്തിനെതിരെ നിവർന്നു നിൽക്കുവാൻ ഫറവോനോ ഫിലിസ്ത്യ ശക്തിയായ ഗോലിയാത്തിനോ ഇസബലിനോ ഒന്നും കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരമിറങ്ങിയിരിക്കുക, യഹോവയുടെ ഭുജം ഇറങ്ങിയിരിക്കുക. ഇനി ഒരു വഷളും നമ്മളെ പീഡിപ്പിക്കാതെ, ശത്രു തോൽപ്പിക്കാതെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം അനുകൂലമായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിച്ചതിന് സ്തോത്രം, ബലം കൽപ്പിച്ചതിന് സ്തോത്രം. ദുഷ്ട സിംഹാസനങ്ങളെ ദൈവം തകർത്ത് കളഞ്ഞതിന്, ഒടിക്കേണ്ടതിന് ഒടിച്ച സകല നുഖത്തെയും ദൈവം ഒടിച്ചിരിക്കാൻ സ്തോത്രം. ഇനി ഫറവോൻ്റെ നുഖമല്ല ഞങ്ങളുടെ കഴുത്തിൽ ഇരിക്കേണ്ടത്, ദൈവത്തിൻ്റെ പെട്ടകമായിരിക്കാൻ സകല നുഖങ്ങളെയും ഞങ്ങളുടെ കുടാരങ്ങൾക്കെതിരെ, ഞങ്ങളുടെ തലമുറകൾക്കെതിരെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിനെതിരെ, ശുശ്രൂഷകന്മാർക്കെതിരെ വ്യാപിച്ചു നിൽക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളും ഇന്ന് പകൽ സ്വർഗം ഒടിച്ചു കളഞ്ഞിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി നീട്ടിയിരിക്കാൻ സ്തോത്രം. ബലമങ്ങ് കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമം തന്നെ ആമേൻ. ക്രിസ്തു വത്സല സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. സകല ഭുജത്തെയും ദൈവം ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയിരിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്ബിറ്റ് മാറ്റി.